അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വെജിറ്റേറിയൻ ഐറ്റം കൊണ്ടാണ്. കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തൊരു സംഭവമാണ്, ഒരു കിഡിലൻ ഐറ്റമാണ്. അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ കറി. ഇത് കേട്ടോ ചപ്പാത്തി, നല്ല വെജിറ്റബിൾ ഒരു സ്പെഷ്യലായിട്ടുള്ള ചപ്പാത്തിയാണ്. പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഓളെന്നുള്ള ഇതും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും കേട്ടോ. നേരെ നമുക്ക് പ്രിപ്പറേഷനിലോട്ട് പോകാം. ഞാൻ ഒറ്റ കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ആട്ട നോക്കി മേടിക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ബീട്രൂട്ട്, ഒരു ബീട്രൂട്ടിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ ബീട്രൂട്ടാണ്. ഇനി നമുക്ക് നല്ല ജ്യൂസായിട്ട് അടിച്ചെടുക്കണം ഈ ബീട്രൂട്ട്. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട്, ചപ്പാത്തിക്ക് ഏകദേശം വെള്ളം നോക്കിയിട്ട് ആഡ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അരിച്ച വെള്ളം നമുക്ക് മാവ് കുഴയ്ക്കാൻ വേണ്ടി എടുക്കാം. കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്യാം, ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഞാൻ ആ ഒരു കപ്പിനെ കണക്കാക്കി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കുഴച്ച് നല്ല സെറ്റാക്കി മാവ് എടുത്തിട്ടുണ്ട്. മാവ് നന്നായിട്ട് കുഴയ്ക്കണം കേട്ടോ, നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ ചപ്പാത്തിക്ക്. ആ സമയത്ത് നമുക്ക് ഒരു കറി റെഡിയാക്കി എടുക്കാം കേട്ടോ. മോര് വെച്ചിട്ടുള്ളൊരു കറിയാണ്. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ കറി കേട്ടോ. അതിനുവേണ്ടി ഞാനൊരു ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പച്ചമുളക്, തക്കാളി ഒരെണ്ണം എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി 2-3 പീസ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ഉള്ളി നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ സാധനവും നമുക്ക് ചോപ്പ് ചെയ്തെടുക്കണേ. ഉള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഞ്ചിയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചപ്പാത്തിയും കറിയായിട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് വീട്ടിലൊക്കെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റിയ ചപ്പാത്തി കേട്ടോ. അപ്പം നമുക്ക് ടൊമാറ്റോയും നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് കറി റെഡിയാക്കി എടുക്കാം. ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് എണ്ണ ചൂടായതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാവേ. നല്ല ഫൈനായിട്ട് സോട്ടായതിന് ശേഷം നമുക്ക് ബാക്കി ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ ബോൾ നമുക്ക് പിടിച്ച് വെക്കാം കേട്ടോ. ചപ്പാത്തി ഒത്തിരി വലിയ ബോളാവരുത് കേട്ടോ. ചപ്പാത്തിയുടെ ബോളൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് കറിയുടെ ഓണിയനും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തിക്കുള്ള ബോളെല്ലാം സെറ്റായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറിയുടെ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. കറിവേപ്പില നല്ല വൃത്തിയായിട്ട് കഴുകി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്താൽ മതി കേട്ടോ. ഓണിയനും പച്ചമുളകൊക്കെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, കുറച്ച് ചെറു ജീരകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാവേ. ഒന്ന് ആ മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുന്നവരെ ഒന്ന് ചെറിയ സ്ലോ ഫയർ വെച്ചിട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്യാവേ. ടൊമാറ്റോയും ജസ്റ്റ് ഒന്ന് സോട്ടായാൽ മതി കേട്ടോ. ഒത്തിരി സമയമിട്ട് സോട്ടായിട്ട് തക്കാളിയിൽ ഉടയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാവേ. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്കൊന്ന് സ്ലോ ഫയറിൽ വെച്ചിട്ട് നന്നായിട്ട് സ്ലോ ഫയർ വെച്ച് നല്ല കട്ട തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒത്തിരി ചൂടാക്കില്ല കേട്ടോ. ഒത്തിരി ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൈരെല്ലാം വെള്ളം പോണക്കായി പോകും, നമ്മുടെ മോരുകറി ടൈപ്പായി പോകും. ഒത്തിരി ലൂസ് മോര് കാച്ചിയത് പോണക്കായി പോകും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിന് പെട്ടെന്ന് നമുക്ക് കുറച്ച് കടുകൂടെ താളിച്ചങ്ങോട്ടിടാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിയുടെ ബാക്കി പരിപാടിയിലേക്ക് പോകാം കേട്ടോ. എനിക്ക് കറി നോക്കിയാൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. നമുക്ക് ചോറിനൊക്കെ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചോറിനൊക്കെ നമുക്ക് ഈ കറി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. ചപ്പാത്തിക്കാണെങ്കിലും നല്ല ടേസ്റ്റ് നമുക്ക് കഴിക്കാം. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് നോക്കണം കേട്ടോ നമ്മുടെ ചപ്പാത്തിയുടെ ബോൾ. അങ്ങനെയാണ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഉണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. എല്ലാ ബോളും നമുക്ക് ഇരുപരുവത്തിൽ നമുക്ക് ചപ്പാത്തിന്ന് ചുട്ടെടുക്കാവേ. കടായി വെച്ചിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം ചപ്പാത്തി ഇടുമ്പോൾ എപ്പോഴും ഫ്ലെയിം ഇച്ചിരി കൂട്ടി വെക്കണം കേട്ടോ. ഒത്തിരി ചൂട് കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നന്നായിട്ട് പൊള്ളച്ച് വരില്ല. അപ്പോൾ കുറച്ച് ഗീ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. ആവശ്യമുള്ള ഗീയുടെ മണമൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ.
ചപ്പാത്തി ഇട്ടതിന് ശേഷം പെട്ടെന്ന് തിരിച്ചിട്ടിട്ട് തിരിച്ചിടണം, എന്നാലും നമുക്ക് നന്നായിട്ട് പൊള്ളച്ച് വരുള്ളൂ കേട്ടോ. കണ്ടോ, ഇടുക, ഒറ്റ ഒരു മിനിറ്റ് പോലും വേണ്ട, അന്നേരം തിരിച്ചിട്ടിട്ട് പിന്നെ വീണ്ടും നമ്മൾ ഒന്നുകൂടെ തിരിച്ചിട്ടിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി നല്ല ഫുള്ളായിട്ട് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. നല്ല പൂരി പൊങ്ങി വരുന്നവണക്ക് പൊങ്ങി വരും. ഉണ്ടോ, ഈ ഒരു പരുവത്തിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും കറിയും റെഡി ആയിട്ടുണ്ട്. അടിപൊളി സംഭവം കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചപ്പാത്തിയും കൂടി കേട്ടോ. ബീറ്റ്റൂട്ടൊക്കെ ഇട്ട് ചെയ്യുന്നതുകൊണ്ട് പിള്ളേർക്കൊക്കെ നമുക്ക് കഴിക്കാൻ കൊടുക്കുവാണെങ്കിൽ, പിള്ളേർക്കൊന്നും വെജിറ്റബിളൊന്നും ഒത്തിരി ഇഷ്ടം കാണില്ലല്ലോ. അപ്പോൾ ഈ ഒരു പരുവത്തിലൊന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചോളൂ. നല്ല അടിപൊളി കറി ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചപ്പാത്തി കറി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലൊക്കെയുള്ളൊരു കിഡിൽ റെസിപ്പിയുടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സജീവ് സൈനിങ് ഓഫ്. താങ്ക് യു.